മക്കളെ ശ്രദ്ധിച്ച് കളിക്കണേ, ബോള് ദൂരേക്കൊന്നും പോരുത് കേട്ടാ. ശ്രദ്ധിക്കേ. ശ്രദ്ധിച്ച് കളിച്ചോളാം. ഇങ്ങോട്ട് നോക്കിയേ, ആ ചെടിയിലൊന്നും ബോൾ കൊള്ളരുത്, സെക്യൂരിറ്റി വരും. ഞങ്ങള് ശ്രദ്ധിച്ച് കളിച്ചോളാം. മക്കളെ കുറെ നേരമായില്ലേ കളിക്കുന്നത്. വാ വാ വാ, ഓടി വാ ഓടി വാ. ജ്യൂസ് ഇരിക്കുന്ന കുടിച്ചിട്ട് കളിക്കാം. വരൂ വരൂ. ചേട്ടാ വാ, ജ്യൂസ് കുടിക്കാം. ഡാഡി എനിക്ക് മാംഗോ ജ്യൂസ് മതി. എനിക്ക് ഏതായാലും കുഴപ്പമില്ല ഡാഡി. സൂക്ഷിച്ചു കുടിക്കണേ, ഡ്രസ്സിലൊന്നും പറ്റരുത് കേട്ടാ. കുടിക്ക്. മതിയോ? വാ നമുക്ക് കളിക്കാൻ പോവാ. ചേട്ടന്റെ കഴിഞ്ഞ എന്റെ കഴിഞ്ഞിട്ടില്ല. സോഫിയ, ഇന്നെന്താ വൈകുന്നേരത്തേക്ക് ഭക്ഷണം? ചപ്പാത്തിയും കുറുമയുണ്ട്. ചപ്പാത്തിയും കുറുമയും നല്ല കോമ്പിനേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കോമ്പിനേഷൻ അല്ലാത്തത്? അലുവയും മത്തിക്കറിയും തന്നാലും പറയും നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഏത് കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് വാരി വലിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഈ രാജ്യത്തായോണ്ട് കൊള്ളാം. ഇവിടെ എന്ത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് വായിക്ക് രുചിയായിട്ടുള്ളത് കിട്ടും. വല്ല ഉഗാണ്ടയിലെങ്ങാനും പോണം. അപ്പൊ വേറെന്തെങ്കിലും മാർഗം കാണും. ശരിയാണ്. ഡാഡി ഡാഡി, ആ അങ്കിളിന്റെ ദേഹത്ത് ബോൾ കൊണ്ടു. ഡാഡി ഡാഡി, ഞാനൊന്നല്ല. അടിച്ചതാരെങ്കിലും ആകട്ടെ, നമുക്ക് ആ അങ്കിളിന്റെ അടുത്ത് പോയി സോറി പറയണം. വാ. ആ അങ്കിൾ അടിച്ചോ? അങ്കിളിനെ വേദനിച്ചിട്ടുണ്ടെങ്കിലേ അങ്കിള് നല്ല അടി തരും. വാ, ഞാനും കൂടെ വരാം. എന്നാ ഞാനില്ല. സാരമില്ല, വാ നമുക്ക് പോയി സോറി പറഞ്ഞിട്ട്. അങ്കിൾ അടിക്കൊന്നുമില്ല. സോറി പറഞ്ഞാ മതി. രണ്ടാളും കേട്ടാ. ബോൾ ആരാ ഇട്ടത്? രണ്ടാളും പേടിക്കണ്ട കേട്ടാ. ഞങ്ങൾ അടിക്കത്തൊന്നുമില്ലേ. ആരാ പേർത്ത് ബോൾ അടിച്ചത്? സോറി അങ്കിൾ. സോറി അങ്കിൾ. സാരല്ല. എന്താ സന്തോഷായല്ലോ. എന്തെങ്കിലും പറ്റിയോ? പിള്ളേരല്ലേ, ചെറുതായിട്ട് തട്ടി. ഞങ്ങള് പേടിച്ചു പോയി. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? കുട്ടികളല്ലേ, കളിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരെ വഴക്കൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. കണ്ടിട്ട് ജോലി അന്വേഷിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താ തന്റെ പേര്? എന്റെ പേര് രാംദാസ്. ഞാനിവിടെ വിസിറ്റിന് വന്നിട്ട് 3 മാസം ആവാൻ. 3 മാസമായിട്ടും ജോലിയൊന്നും ആയില്ലേ? എന്താ ക്വാളിഫിക്കേഷൻ? MBA ഫൈനാൻസ് ആണ്. പക്ഷെ ജോലി അന്വേഷിക്കുമ്പോ അവര് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ സാറേ, ജോലി കിട്ടിയിട്ടല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗ്യോടോ. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് വൈകും. ജോലി ആവാതെ നാട്ടിൽ പോകാൻ പറ്റൂല. അത്രയും കഷ്ടപ്പാടാണ് വീട്ടില്. ജോലിയൊന്നും ശരിയാവാത്തോണ്ട് വലിയ പ്രശ്നത്തിലല്ലേ? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? പല ദിവസം കയ്യില് കാശില്ലാത്തോണ്ട് മിക്ക ദിവസം പട്ടിണിയാ. അയ്യോ, വിഷമിക്കാതിരിക്കെ, എന്തെങ്കിലും വഴിയുണ്ടാവും. അതൊക്കെ പോട്ടെ. രാംദാസിന്റെ വീട്ടിലാരൊക്കെ? അച്ഛൻ മരിച്ചു, അമ്മ വീട്ടു ജോലിക്ക് പോകുന്നു, പിന്നെ അനിയത്തി 2 പേരുണ്ട്, പഠിക്കാൻ. വിസിറ്റ് വിസയ്ക്കും ടിക്കറ്റിനും ഒക്കെ നല്ലൊരു സംഖ്യയായി കാണും അല്ലേ? ഫ്രണ്ട്സിൻ്റെ കടം വാങ്ങിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കാമല്ലോ. വീട്ടില് അമ്മയുടെ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? അമ്മയ്ക്ക് നട്ടല് ഒരു പ്രോബ്ലം ഉണ്ട്. കുനിയ നടക്കണത് കാണുമ്പോ സഹിക്കാൻ പറ്റും. അയ്യോ, ചികിത്സിക്കുന്നൊന്നുമില്ലേ? ട്രീറ്റ്മെന്റിനുള്ള കാശില്ല. എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ. അമ്മയെ എന്നും വിളിക്കാറില്ലേ? അമ്മയെ വിളിക്കാറുണ്ട്.
ജോലിക്കാരെ ഓർത്ത് വലിയ ടെൻഷനാണ്. ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. നോക്കൂ രാംദാസ്, ചിലപ്പോൾ പഠിപ്പിനനുസരിച്ചിട്ട് ജോലി കിട്ടണമെന്നില്ല. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. ഞാൻ എന്ത് ജോലിയും ചെയ്യാനും തയ്യാറാ. ഓഫീസ് ബോയുടെ ജോലിയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നല്ലേ പറയണേ. ആഹാ, മുടി നീട്ടി വളർത്തുന്ന ശീലം ഉണ്ടല്ലേ? ഇങ്ങനെ പോലെ. ഇന്ന് എന്നെ പട്ടിണി അടക്കണ്ട. നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് സന്തോഷമായിരിക്കും. എല്ലാം ശരിയാവും. രാംദാസ്, വിഷമിക്കാതെ സ്വന്തം ചേട്ടനും ചേച്ചിയെന്ന് കരുതിയാൽ മതി. നമുക്ക് പോവാം. മക്കളെ വാ, നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ മമ്മി. ഓക്കെ സർ, ബോസ് വരുമ്പോൾ ഞാൻ പറയാം. യാ ഓക്കെ ഷോ. സുജാത ചേച്ചിയല്ലേ? അതെ, രാംദാസ് അല്ലേ? അത് എത്ര നാളായി കണ്ടിട്ട്. ചേച്ചി എവിടെയാണോ ജോലി ചെയ്യുന്നത്? രാംദാസ് ഇപ്പൊ എന്താ ചെയ്യുന്നേ? എവിടെയാണ് ഇപ്പം? ഓഹ്, ഒന്നും പറയണ്ട ചേച്ചി, ജോബ് സെർച്ചിങ്ങില്ല. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. രാംദാസ് ഒരു കാര്യം ചെയ്യേ, നമുക്ക് സെറ്റിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം. വാ രാംദാസേ, ഇവിടെ ഇരി. നിനക്ക് നാട്ടിലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല ചേച്ചി. അതുകൊണ്ടല്ലേ ഇവിടെ ദുബായിലോട്ട് കയറി വന്നത്. ഇപ്പം ഓഫീസിലോട്ട് വന്നത്? ബോസിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എന്റെ ചേച്ചി, ഓരോ ഓഫീസിലും എല്ലാ ദിവസവും എന്റെ ബയോഡാറ്റ എടുത്ത് കൊടുക്കും. എന്നീ റൂട്ടായോണ്ട് ഇവിടെ കയറി. അല്ലാതെ നമുക്ക് എന്താ അപ്പോയിന്റ്മെന്റ്? ചേച്ചി ഇതാ എന്റെ. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ എന്റെ സീനിയർ മാനേജറിനോട് സംസാരിച്ചിട്ട് വരട്ടെ. ഓക്കെ സർ, സെറ്റിംഗ് റൂമിലേക്ക് ഒന്ന് വരാവോ? ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഡിസ്കസ് ചെയ്യാനായിരുന്നു. അപ്പോ ചേച്ചിയുടെ ഫാമിലിയോ? എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഒരു കമ്പനിയിൽ ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു മോനുണ്ട്, പഠിക്കുക. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സർ, ഇത് രാംദാസ്, എന്റെ നാട്ടിലെ നെയ്ബർ ആണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കാണുന്നത്. ഓഹോ ഹോ, ഹായ് രാംദാസ്, ഞാൻ മനോഹരൻ. രാംദാസ് എന്ത് ചെയ്യുന്നു? ജോലി അന്വേഷിച്ചിട്ട് വന്നതാ സാറേ. എവിടെ? നമ്മുടെ ഓഫീസിലോ? ഇവിടെ അതൊന്നും വേക്കൻസി ഇല്ലല്ലോ. അതെനിക്കറിയാം, ഇവിടെ വേക്കൻസി ഇല്ല. പക്ഷെ സാറിന്റെ കെയർ ഓഫില് എന്തെങ്കിലും എവിടെങ്കിലും പറ്റുവാണെങ്കിൽ ഇതാ അവന്റെ CV. ഓ ഓ ഓ, വെൽ ക്വാളിഫൈഡ് ആണല്ലോ. വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. സാറിന് നല്ല കോണ്ടാക്ട്സ് ഉള്ളതല്ലേ? സാറ് വിചാരിച്ചാൽ എല്ലാം പറ്റും. ഒന്ന് പുഷ് ചെയ്ത് നോക്ക് സാറേ. ആ, ഞാൻ ശ്രമിക്കാം. പിന്നെ സുജാതയുടെ വേണ്ടപ്പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ നോക്കാം, മാക്സിമം നോക്കാം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. സാർ ഇവിടുത്തെ റെപ്യൂട്ടഡ് സോഷ്യൽ വർക്കർ ആണ്. അതുകൊണ്ട് സാറിന് കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. അതൊക്കെ ശരി തന്നെ. എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ചില സമയത്തേ ജോലി നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷേ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടില്ല. അത് ശരിയാ. അത്യാവശ്യ സമയത്ത് ജോലി തെരഞ്ഞു നടക്കുമ്പോൾ ജോലി ഉണ്ടാവില്ല. ഞാൻ കുറെ തെരഞ്ഞു നടന്നതാ. രാംദാസ്, വിഷമിക്കാതിരിക്കേ. എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. പിന്നെ ഈ ദുബായിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ജോലി അന്വേഷിച്ച് വന്നിട്ട് ആരും നിരാശപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ വന്നിട്ട് അറിയോ? ധൈര്യമായിട്ടിരിക്കടാ. സർ, പലരും പറയണത് ദുബായിന്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞെന്നാണല്ലോ. എന്റെ രാംദാസ്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 10-35 വർഷം കഴിഞ്ഞു. ഈ 10-35 വർഷം മുമ്പ് ഞാനിവിടെ ലാൻഡ് ചെയ്ത സമയത്ത് ഇതേ വാചകം തന്നെ ഞാനും കേട്ടത്, ദുബായിയുടെ നല്ല കാലമൊക്കെ കഴിഞ്ഞു എന്ന്.
അത് ശരിയാ. ഞാനും ഇവിടെ വന്നപ്പം എല്ലാരും എന്നോട് ഇത് തന്നെ സെയിം പറയുമായിരുന്നു. ഈ സെയിം ഡയലോഗ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ ദുബായിക്ക് എന്നും സുവർണകാരാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനൊക്കെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കും. അതാണ് ദുബായ്. ബോസ് വരുന്നുണ്ട്. ഹലോ, I reach in office. Okay, I will call you back. Thank you. Bye. ഇത് രാംദാസ് അല്ലേ? ഇന്നലെ ഞാൻ പാർക്കിൽ വെച്ച് കണ്ട. ഇത് സാറിന്റെ ഓഫീസായിരുന്നു. അറിഞ്ഞില്ല കേട്ടോ. ഇതപ്പോ നന്നായത്. നിങ്ങൾ പണ്ട പരിചയക്കാരാ? അല്ല, ഇന്നലെ ഞാൻ അവിചാരിതമായി കണ്ടുമുട്ടിയതാ. അതൊക്കെ പിന്നെ പറയാം. സർ, രാംദാസ് എന്റെ നെയ്ബർ ആയിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ഇവനെയും ഇവന്റെ വീട്ടുകാരെ അറിയാം. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഗുഡ്. രാംദാസ് ഇവിടെ ജോലി അന്വേഷിച്ചു വന്നതാ. CV വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാംദാസ്, ചായ കോഫി എന്തെങ്കിലും കുടിച്ചോ? സുജാത, കൊടുത്തിട്ടില്ലെങ്കിൽ ചായ കോഫി കൊടുക്കും. ഓക്കെ, മനോഹരൻ ക്യാബിലേക്ക് വരും. മിസ്റ്റർ മനോഹരൻ, ഇന്നലെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്തു പറ്റി സാർ? എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടായിരുന്നു? സുഖമില്ലായ്മയാണ്, പക്ഷേ ശരീരത്തിനല്ല, മനസ്സിനാ. ഇന്നലെ ആ രാംദാസിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം മനസ്സ് അസ്വസ്ഥമായി പോയി. അപ്പോ സാർ എന്താ പറഞ്ഞു വരണേ? ഇന്നലെ അവിചാരിതമായിട്ടാണ് ഞാൻ രാംദാസിനെ പരിചയപ്പെടുകയുണ്ടായത്. അവൻ്റെ ജോലിയില്ലാത്തൊരവസ്ഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനൊരു വല്ലാത്തൊരു വിങ്ങൽ. ഇതുപോലെ ജോലിയില്ലാത്ത എത്രയോ പേര് ഇവിടെ അറിഞ്ഞു നടക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. ശരിയാണ്, പലരും ഉണ്ടെന്നറിയാം. എന്നെ കൂടുതൽ അലട്ടിയത് രാംദാസിൻ്റെ അമ്മയുടെ നട്ടലിൻ്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ്. അതെന്താ? എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. എൻ്റെ അമ്മ കൂനിക്കൂടി നടന്നിരുന്ന ആ അവസ്ഥ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അത്രയും എനിക്ക് വേദന സമ്മാനിച്ചതൊരു ആയി. മനോഹരന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ രാംദാസിന് എങ്ങനെ ഒരു ജോബ് ഇപ്പോൾ കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. നമ്മുടെ ഈ ചെറിയ ഓഫീസിൽ എന്ത് ജോലി കൊടുക്കാനാ? അതും വെൽ ക്വാളിഫൈഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രാംദാസ് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തോട്ടെ. ഇതിനോടൊപ്പം വേറെ ജോബ് അന്വേഷിക്കുകയും ചെയ്യാം. അവന് വേറെ ജോബ് കിട്ടുമ്പോൾ പൊയ്ക്കോട്ടെ. അതുവരെ ഇവിടെ ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല, നല്ലതാ. അപ്പൊ അവനെ അത്യാവശ്യം ജോലി പഠിക്കുകയും ചെയ്യാം. എക്സ്പീരിയൻസോ. സുജാത, രാംദാസിനെ ക്യാബിനിലേക്ക് പറഞ്ഞുവിടൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ പോയി പതിക്കും. സാർ വരാൻ പറഞ്ഞു. രാംദാസ്, വരൂ, ഇരിക്കൂ. ജോലിയൊന്നും ശരിയായിട്ടില്ല അല്ലേ? ഇല്ല സാർ, എല്ലായിടത്തും കൊടുക്കണ പോലെ ഈ ഓഫീസിലും CV കൊടുക്കാൻ വന്നതാ സാർ. ഞാൻ മനോഹരനോട് പറയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു തൽക്കാലം അവിടെ ജോയിൻ ചെയ്യട്ടെ, വേറെ ജോബ് കിട്ടുമ്പോൾ പോയിക്കോട്ടെ എന്നാ പറഞ്ഞു അല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഇന്നലെ ജോയിൻ ചെയ്തോട്ടെ അല്ലേ? രാംദാസ് ഓക്കെ അല്ലേ? ഇതൊരു ചെറിയ സ്ഥാപനമാണ്. സാർ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചോ, സാറല്ലേ പറയുന്നത്. അമ്മയോട് ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞോളൂ ജോലി ശരിയായെന്ന്. അമ്മയോട് പ്രത്യേകം പറയണം ഇനി ജോലിക്കൊന്നും പോണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാൻ. എൻ്റെ സ്നേഹാന്വേഷണം പ്രത്യേകം പറയണം. എല്ലാം നല്ലതിന് കേട്ടോ.